ജാനകിയുടെയും അഭിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അളകാപുരിയിലെ ജീവിതം അവസാനിപ്പിച്ച് കരുണാലയം എന്ന ഓൾഡ് ഏജ് ഹോമിലേക്ക് പ്രഭാവതിയും പോയിരിക്കുകയാണ്. അവിടുത്തെ കാഴ്ചകളോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത്. പ്രഭാവതിയെ മടക്കിക്കൊണ്ടുവരുവാൻ വേണ്ടി അജയും അമലും നിരഞ്ജനയും കൂടി അവിടെ എത്തുമ്പോൾ പ്രഭാവതി അവരോട് സംസാരിക്കുകയാണ്. ആരും വേദനിപ്പിച്ചിട്ടല്ല ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഞാനും അത്ര നല്ലവളല്ല എന്നെനിക്ക് തോന്നി. എൻ്റെ പല തീരുമാനങ്ങളും എന്നെ ഇവിടെ കൊണ്ടുവന്നെത്തിച്ചു. ഇതൊരു മനുഷ്യന്റെ അവസ്ഥയാണ്. തെരുവിൽ അലയാതെ ഇങ്ങനൊരു സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം. ഞാൻ വരുന്ന വഴിക്ക് മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയെ കണ്ടു. അവരും എന്നെപ്പോലെ ഏതോ നല്ല കുടുംബത്തിൽ ജനിച്ച സ്ത്രീയാണ്. എന്തു ചോദിച്ചിട്ടും അവരൊന്നും തന്നെ മിണ്ടുന്നില്ലായിരുന്നു. കേൾവിക്കുറവാണെന്ന് തോന്നുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ ഇതിൻ്റെ ഗേറ്റ് വരെയോളം അവരെത്തി. എന്തായാലും ആ അവസ്ഥ എനിക്കുണ്ടായില്ലല്ലോ. അതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ജീവിതം ഇത്രയൊക്കെയുള്ളൂ. സന്തോഷം വരുമ്പോൾ സന്തോഷിക്കുക. ചിലപ്പോൾ അത് പിന്നെ തിരിച്ചു കിട്ടിയില്ലെന്ന് വരും. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സന്തോഷമില്ലേ, ഇത് പാഴാക്കാതിരിക്കുക. നിങ്ങൾ പോയിക്കോളൂ. അമ്മ ഇവിടെ തന്നെ കാണും. അമ്മയെ കാണണമെന്ന് തോന്നുമ്പോൾ സമയം കിട്ടുമ്പോൾ വന്നാൽ മതി. പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ അമ്മ ഇവിടെ തന്നെ കാണും. ഇത് പറഞ്ഞിട്ട് പ്രഭാവതി അവിടുന്ന് നടന്നകലുകയാണ്. പെട്ടെന്ന് നിരഞ്ജനയും അമലും കൂടി അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പുറകിന് പോകുന്നുണ്ടെങ്കിലും അവരത് ശ്രദ്ധിക്കാതെ നടന്നു പോവുകയാണ്. ഉടനെ അമല് തിരിഞ്ഞിട്ട് പറയുകയാണ്, അമ്മ തോൽപ്പിച്ചു കളഞ്ഞത് എന്നെയാണ് ഏട്ടത്തി. ജീവിക്കാനുള്ള അവസരം പോലും എനിക്കില്ല. അപ്പോൾ നിരഞ്ജന, ഒന്നിൻ്റെയും അവസാനമല്ല അമലെ. അമല് വിഷമിക്കാതിരിക്കെ. അമ്മയുടെ മനസ്സ് ഒന്ന് ശാന്തമാകട്ടെ. എന്നിട്ട് മുത്തശ്ശിയും അമ്മയും നമുക്കിവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാം. തുടർന്ന് കാണുന്നത് ജാനകിയെയും അബിയെയും സക്കീർ ഹുസൈനെയും കൂടിയാണ്. ജാനകി കണ്ണുനീരോടുകൂടി അബിയോട് പറയുന്നുണ്ട്, അബിയേട്ടാ, ചിലപ്പോൾ അമ്മ ഇനിയും കുട്ടിക്കാനത്തെ കരുണാലയത്തിലേക്ക് പോയി കാണുമോ? എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള സംശയം അതാണ്. ജാനകി, അങ്ങനൊരു സാധ്യതയില്ല. ആ സ്ഥലത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ബോധമുണ്ടെങ്കിലല്ലേ അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ. എവിടെ നിന്ന് വന്നെന്നോ എവിടേക്ക് പോകണമെന്നോ ഒന്നും അമ്മയ്ക്കറിയില്ല. അപ്പോൾ ജാനകി, ദൈവമേ, ഇങ്ങനെയൊരു ശിക്ഷ നീ എനിക്ക് നൽകിയല്ലോ. ഇനി എവിടെ പോയി നമ്മൾ അന്വേഷിക്കും? അമ്മ ഒന്നും സംസാരിച്ചില്ലെങ്കിലും വേണ്ട, അമ്മ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. അപ്പോൾ വക്കീല് പറയുകയാണ്, നമ്മൾ എന്തായാലും പോലീസിൽ അറിയിച്ചല്ലോ. അവരന്വേഷണവും തുടങ്ങി. ജാനകി ഇവിടെ നിന്ന് കരയാതെ വീട്ടിലേക്ക് ചെല്ല്. മോളും പരിഭവിച്ചിരിക്കുകയല്ലേ. അബി, ജാനകിയെ വീട്ടിലെത്തിക്കേ. അപ്പോൾ ജാനകി, അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ എങ്ങനെ വീട്ടിൽ പോയി സമാധാനമായിരിക്കും? അയാളുടെ ആളുകൾ അമ്മയെ പിടിച്ചുകൊണ്ടു പോയതാ. അമ്മ അയാളുടെ കയ്യിലാണ്. അത് കേട്ടിട്ട് അബി സക്കീർ ഹുസൈനോട് ചോദിക്കുകയാണ്, തമ്പിയെ നിരീക്ഷിക്കുവാൻ സക്കീർ ഭായി ആളെ ഏർപ്പാടാക്കിയതല്ലേ? നമ്മുടെ ആൾക്കാരുടെ വലയിൽ തന്നെ തമ്പിയുണ്ട്. തമ്പി അയാളുടെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴും. അയാൾ എവിടേക്ക് പോയാലും നമ്മുടെ ആൾക്കാർ അയാളുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. നിങ്ങൾ സംശയിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അമ്മ ഈ സിറ്റി വിട്ട് വേറെ എവിടെയും പോയി കാണില്ല. ഈ സമയത്ത് ജാനകിയുടെ ഫോണിലേക്ക് നിരഞ്ജനയുടെ കോൾ വരികയാണ്. ജാനകി ഫോൺ എടുക്കുമ്പോൾ പെട്ടെന്ന് നിരഞ്ജന പറയുകയാണ്, ഏട്ടത്തി, വലിയൊരു സംഭവം നടന്നു. ഏട്ടത്തിയെ ആരെങ്കിലും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിരുന്നോ? എന്താ, നീ വേഗം ഒന്ന് പറ. അത് അമ്മ അളകാപുരിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഇത് കേട്ടുകൊണ്ട് ജാനകി നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? അബിയേട്ടൻ്റെ അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയെന്ന്. ഇത് കേൾക്കുമ്പോൾ അബിയും ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അബി പറയുകയാണ്, അമ്മ എവിടേക്കാണ് പോയതെന്ന് ചോദിക്കേ. അപ്പോൾ വക്കീല്, ഇത് രണ്ടുപേരും തമ്മിൽ പറഞ്ഞുറപ്പിച്ചതുപോലെയാണല്ലോ. രണ്ടമ്മമാരും വീട് വിട്ടു പോയല്ലോ. അപ്പോൾ നിരഞ്ജനയോട് വീണ്ടും ജാനകി ചോദിക്കുകയാണ്, അമ്മ എവിടേക്കാ പോയതെന്ന് വല്ല വിവരവും കിട്ടിയോ? അമ്മ കാരുണ്യദീപത്തിലുണ്ട്, മുത്തശ്ശിയുടെ കൂടെ. അമ്മ ഇനിയുള്ള കാലം കാരുണ്യദീപത്തിൽ മുത്തശ്ശിയോടൊപ്പം കഴിയാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞാനും അജയും അമലും ഇപ്പോൾ കാരുണ്യദീപത്തിലുണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ തിരിച്ചു വരാൻ കൂട്ടാക്കുന്നില്ല. അബിയേട്ടനും ജാനകിയിടത്തെയും ഇവിടെ കാരുണ്യദീപത്തിൻ്റെ അടുത്തല്ലേ ഉള്ളത്. അമലും അജയും പോയി. ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. നിങ്ങൾ ഇവിടേക്ക് വന്ന് അമ്മയോടൊന്ന് സംസാരിക്കേ. ഉടനെ ജാനകി പറയുകയാണ്, നിരഞ്ജനെ, ഞങ്ങൾ തിരികെ എത്തിയപ്പോൾ വീട്ടിൽ എൻ്റെ അമ്മയെയും കാണാനില്ല. അമ്മ എങ്ങോട്ട് പോയെന്നറിയില്ല. ഞങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ്. ഇത് കേട്ടിട്ട് നിരഞ്ജന പറയുകയാണ്, ഏട്ടത്തി, അമ്മ ഒരു വിവരം പറഞ്ഞു. വഴിക്ക് വെച്ച് ഒരു സ്ത്രീ അമ്മയുടെ പിന്നാലെ കാരുണ്യദീപം വരെ വന്നുവെന്ന്. അമ്മ പറഞ്ഞത് വെച്ച് അത് ഏട്ടത്തിയുടെ അമ്മയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദൈവമേ, എന്താ അമ്മ പറഞ്ഞേ? അമ്മയുടെ ചോദ്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ല. മാനസിക നില തെറ്റിയ അവസ്ഥയിലാണെന്നത്രേ അമ്മ പറഞ്ഞത്. പിന്നെ കണ്ടിട്ട് ഏതോ വലിയ വീട്ടിലെ സ്ത്രീയാണെന്നും അമ്മ പറഞ്ഞു. അത് അമ്മ തന്നെയാണ്. അബിയേട്ടാ, അമ്മയെ കാരുണ്യദീപത്തിൻ്റെ പരിസരത്ത് വെച്ച് അബിയേട്ടൻ്റെ അമ്മ കണ്ടുവന്ന്. എൻ്റെ അമ്മ തന്നെയാണത്. ഉടനെ വക്കീല് പറയുകയാണ്, നിങ്ങൾ വണ്ടിയിൽ കയറ്, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പോകാം. ഇത് പറഞ്ഞ് മൂവരും കൂടി കാറിൽ കയറി യാത്ര തിരിക്കുകയാണ്. തുടർന്ന് കാണുന്നത് സെക്യൂരിറ്റിയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്നിട്ട് നിരഞ്ജന ചോദിക്കുകയാണ്, അതെ, ഇവിടെ ഒരു സ്ത്രീ വന്നില്ലേ? അവരെവിടേക്കാണ് പോയതെന്ന് അറിയാമോ?
അപ്പോൾ സെക്യൂരിറ്റി, ഇവിടേക്കൊരു അമ്മ വന്നു, ആ അമ്മയുടെ പിന്നാലെ വന്ന അമ്മയെക്കുറിച്ചാണോ പറയുന്നത്? ആ അതെ, അത് തന്നെ. അവർക്കെന്തോ പ്രശ്നമുണ്ട്, സഹായിക്കാമെന്ന് കരുതി ഞാൻ അവരോട് ചോദിച്ച കാര്യങ്ങൾക്കൊന്നും അവർ മറുപടി പറഞ്ഞില്ല. ഇത്രയും കേട്ടപ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് നിരഞ്ജനയും മടങ്ങിപ്പോവുകയാണ്. തുടർന്ന് കാണുന്നത് നകുലനും ഡ്രൈവറും കൂടി വണ്ടിയിൽ ജാനകിയുടെ അമ്മയെ അന്വേഷിച്ച് പരത്തുന്ന കാഴ്ചയാണ്. അയാൾ പറയുകയാണ്, ഇത് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ചാൻസ് ആണ്. ജാനകിയുടെ അമ്മയെ എൻ്റെ കയ്യിൽ കിട്ടണം. എല്ലായിടത്തും നോക്കടാ, ആ ഭ്രാന്തി തള്ള തെരുവിൽ എവിടെയെങ്കിലും കാണും. എടാ, നീ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും അറിയിച്ചിട്ടില്ലേ? അതെ, എല്ലാവരെയും ഇറക്കിയിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഫോട്ടോയും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒരു ടെൻഷനും വേണ്ട. അവർ ഒരു വഴിക്കും വഴുതി പോയില്ലടാ. പോലീസിന്റെ കയ്യിൽ കിട്ടിയാൽ വിവരം എന്നെ അറിയിക്കാമെന്ന് CI കോശി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് രാധാമണിയെ അന്വേഷിച്ച് അവർ മുൻപോട്ട് നീങ്ങുമ്പോൾ ആ കാറിന്റെ മുൻപിൽ തന്നെ രാധാമണി വന്ന് പെടുകയാണ്. അത് കണ്ടുകൊണ്ട് നകുലൻ പറയുകയാണ്, വണ്ടി നിർത്ത്, ഇത് ആ സ്ത്രീ തന്നെയല്ലേടാ? അതെ, അവർ തന്നെയാണത്. ഉടനെ ഡ്രൈവർ പറയുകയാണ്, നകുലേട്ടൻ പുറത്തു വരരുത്, വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി. അവര് വന്നെൻ്റെ കയ്യിൽ തന്നെ വീണു. ജാനകി, നിന്റെ അമ്മയെ ഞാൻ കൊണ്ടുപോകുവാടി. ആ കാറിന്റെ തൊട്ടു പിൻപിൽ 2 പേർ കൂടിയുണ്ട്. പെട്ടെന്ന് ഡ്രൈവർ അവരോട് പറയുകയാണ്, ബലപ്രയോഗത്തോടു കൂടി ഒരു കാരണവശാലും ഒന്നും ചെയ്യരുത്. പടവീടന്മാരുടെ വണ്ടി ഇവിടെ എല്ലാവർക്കും അറിയാം. ഒന്നിനും കഴിഞ്ഞില്ലെങ്കിൽ മാത്രം മതി ബലപ്രയോഗം, കേട്ടല്ലോ? ഇത് പറഞ്ഞിട്ട് ഡ്രൈവർ ഉൾപ്പെടെ 3 പേര് കൂടി ആ വണ്ടിയിൽ നിന്നും പുറത്തേക്കിറങ്ങി രാധാമണിയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ഡ്രൈവർ രാധാമണിയോട് ചോദിക്കുകയാണ്, ജാനകിയുടെ അമ്മയല്ലേ? അമ്മ എന്തിനാണ് ഈ വെയിൽ കൊണ്ട് നടക്കുന്നത്? വന്ന് വണ്ടിയിൽ കയറ്, ഞാൻ കൊണ്ടുവിടാമേ. അത് കേട്ടിട്ട് യാതൊരു ഭാവപ്രതികരണവുമില്ലാതെ ജാനകിയുടെ അമ്മ വീണ്ടും മുൻപോട്ട് നടക്കുമ്പോൾ അവർ ബലം പ്രയോഗിച്ച് രാധാമണിയെ കാറിലേക്ക് വലിച്ചു കയറ്റുവാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അബിയും ജാനകിയും വക്കീലും കൂടി അവിടേക്ക് എത്തുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അബി ചാടി ഇറങ്ങി തുടർന്ന് നകുലന്റെ ആൾക്കാരുമായി പൊരിഞ്ഞ പോരാട്ടത്തിൽ ഏർപ്പെടുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ സമയം കൊണ്ട് ജാനകി രാധാമണിയെ സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് ഒതുക്കി നിർത്തുന്നുണ്ട്. ദീർഘനേരത്തെ അടിയും തിരിച്ചടിയും ഒക്കെ നടക്കുന്നു. വക്കീൽ അതിനകത്ത് കയറി ഇടപെടുന്നു. വക്കീലിനും തല്ലുകൊള്ളുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഒടുവിൽ ഈ അക്രമികളെ തുരത്തി ഓടിച്ചിട്ട് രാധാമണിയുടെ അമ്മയെ വീണ്ടെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അബിയും വക്കീലും കൂടി നടത്തുമ്പോൾ പെട്ടെന്ന് കാറിന്റെ ഡ്രൈവർ മറ്റൊരു വഴിയായി വന്നിട്ട് രാധാമണിയുടെ അമ്മയെ വീണ്ടും ബലമായി പിടിച്ച് കാറിൽ കയറ്റുവാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് ജാനകി തന്നെ അയാളെ നേരിടുന്നുണ്ട്. വഴിയരികിൽ കിടന്ന വലിയൊരു തടിയെടുത്തിട്ട് ജാനകി അയാളെ തലങ്ങും വിലങ്ങും അടിച്ച് ഓടിക്കുകയാണ്. അങ്ങനെ ഏറെ നേരത്തെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ അബിയും ജാനകിയും ഷക്കീർ ഹുസൈനും കൂടി അക്രമികളെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുകയാണ്. ഈ സമയത്ത് തന്നെ നിരഞ്ജന അവിടേക്ക് എത്തുന്നുണ്ട്. നിരഞ്ജന ഇത് കണ്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ജാനകിയെടുത്തി, അവരൊക്കെ ആരാണ്? എന്താണ് പ്രശ്നം? പറ. ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ ഇവരൊക്കെ കൂടി വന്നിട്ട് അമ്മയെ പിടിച്ചുകൊണ്ടു പോകുന്നതാണ് കണ്ടത്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, അമ്മയെ അവര് ഉപദ്രവിക്കുകയോ വല്ലതും ചെയ്തോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അമ്മയെ അവർ കാറിലേക്ക് പിടിച്ചു കയറ്റുവാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് വക്കീൽ. അപ്പോൾ നിരഞ്ജന ചോദിക്കുകയാണ്, അബിയേട്ടാ, അവരാരാണ് എന്നുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഒരു സംശയവും വേണ്ട, അവർ തമ്പിയുടെ ആൾക്കാർ തന്നെയാണ്. തമ്പി എല്ലാം കണ്ടെത്തി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ അമ്മയും കൊണ്ട് എവിടേക്ക് പോകും എന്ന് പറഞ്ഞ് ജാനകി നിലവിളിക്കുകയാണ്. അപ്പോൾ അബി, ഏയ്, തമ്പിയുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. അവർ തമ്പിയുടെ ആൾക്കാരെ അല്ല. അമ്മയെ കണ്ടപ്പോൾ എന്തോ മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും. കുറെ നേരമായിട്ട് അവർ അമ്മയ്ക്ക് പിറകെ നടക്കുന്നുണ്ട്. സൗകര്യം കിട്ടിയപ്പോൾ കാറിൽ പിടിച്ചു കയറ്റാൻ ശ്രമിച്ചു. ഉടനെ വക്കീല് പറയുകയാണ്, ആ കാറിൽ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളുടെ മുഖം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ നിരഞ്ജന പറയുകയാണ്, ജാനകിയെടുത്തി, അമ്മയെ കണ്ടാൽ അറിയില്ലേ നല്ല കുടുംബത്തിലെയാണെന്ന്. മാത്രവുമല്ല ദേഹത്താണെങ്കിൽ ആഭരണങ്ങളുമുണ്ട്. വിട്ടുകൊടുക്കാൻ വേണ്ടി വിലപേശാവല്ലോ. എന്തായാലും ദൈവം നന്നായിട്ട് തുണച്ചിട്ടുണ്ട്. അപ്പോൾ അബി പറയുകയാണ്, എല്ലാവരും വണ്ടിയിൽ കയറ്. ഇനി ഇവിടെ നിൽക്കണ്ട. സക്കീർ ഭായ് എത്രയും വേഗം സ്റ്റേഷനിലേക്കൊന്ന് വിളിച്ചു പറ. ഉടനെ നിരഞ്ജന പറയുകയാണ്, അബിയേട്ട, ഇനിയിപ്പോൾ അബിയേട്ടൻ്റെ കാറിൽ ഇവർ ഒട്ടും സേഫ് അല്ല. ഞാൻ അമ്മയും കൊണ്ട് പോയിക്കൊള്ളാം. എങ്കിൽ ചെല്ല്. തുടർന്ന് നിരഞ്ജനയുടെ കാറിലേക്ക് രാധാമണിയെ കയറ്റിക്കൊണ്ട് ജാനകിയും നിരഞ്ജനയും കൂടി ചന്ദ്രകാന്തത്തിലേക്ക് പോവുകയാണ്. പിന്നാലെ അബിയും വക്കീലും എത്തുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രകാന്തത്തിൽ വളരെ സങ്കടത്തോടുകൂടി പൊന്നുവും മേരിയമ്മയും ഇരിക്കുകയാണ്. പൊന്നും മേരിയമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മമ്മയെ കണ്ടു കാണത്തില്ലേ മേരിയമ്മേ? അമ്മ പോയിട്ട് ഒത്തിരി സമയമായല്ലോ. എനിക്കൊന്നും അറിയില്ല മോളെ. മേരിയമ്മ അമ്മയൊന്ന് വിളിക്ക്. വിളിച്ചിട്ട് ഞാൻ എന്ത് ചോദിക്കാനാണ് മോളെ? ജാനകിയെ വിളിക്കാനുള്ള ശക്തി എനിക്കില്ല. ഇവരിത് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ചന്ദ്രകാന്തത്തിലേക്ക് രാധാമണിയെയും കൂട്ടിക്കൊണ്ട് എല്ലാവരും കൂടി എത്തുകയാണ്. ഇത് കണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഹായ് അമ്മമ്മ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു ഓടി ചെല്ലുന്നുണ്ട്. പൊന്നു അമ്മമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വരുന്നത് കാണുമ്പോഴേക്കും രാധാമണി പൊന്നുവിനെ നോക്കിക്കൊണ്ട് വിടർന്ന മുഖത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ നിരഞ്ജന പറയുന്നുണ്ട്, ജാനകിയെടുത്തി, നോക്ക്, പൊന്നുവിനെ കണ്ടപ്പോൾ അമ്മ ഉള്ളു തുറന്നു ചിരിക്കുന്നത്.
അപ്പോൾ ജാനകി, ആദ്യമായിട്ടാണ് അമ്മ ഇങ്ങനെ ചിരിച്ചു ഞാൻ കാണുന്നത്. അപ്പോൾ പൊന്നു പറയുകയാണ്, അമ്മമ്മേ, പൊന്നു അമ്മമ്മയെ കാണാനല്ലേ വന്നത്? അമ്മമ്മയെ കാണാതെ വന്നപ്പോൾ പൊന്നുവിന് സങ്കടമായി. അമ്മമ്മ എവിടേക്കാണ് പോയത്? ഇത് കേട്ടിട്ട് നിരഞ്ജന പറയുകയാണ്, ഇതിന് അമ്മ എന്തെങ്കിലും മറുപടി പറയും, ഉറപ്പാണ് ജാനകിടത്തി. ഉടനെ അഭി പറയുകയാണ്, അവളുടെ ചോദ്യത്തിന് അമ്മ മറുപടി പറയമ്മേ. അപ്പോൾ ജാനകിയും പറയുന്നുണ്ട്, അമ്മയെ കാണാതെ അവൾ എത്രമാത്രം വിഷമിച്ചെന്നറിയാമോ? അവളുടെ ചോദ്യത്തിന് അമ്മ മറുപടി പറയമ്മേ. മോളെ, അമ്മമ്മ എവിടെ പോയതാണെന്ന് ഒന്നുകൂടെ ചോദിച്ചേ. അമ്മമ്മ എവിടെയാ പോയത്? പൊന്നുവിനോട് പറയമ്മ അമ്മേ. ഈ ചോദ്യം കേട്ടുകൊണ്ട് വീണ്ടും രാധാമണി അങ്ങനെ ചിരിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കി തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മമ്മ പൊന്നുവിനെ അന്വേഷിച്ചു പോയതാണ്. അമ്മമ്മയെ കൊണ്ടത് പറയിപ്പിക്കണം. അതുകൊണ്ട് ചോദിക്കു പൊന്നു. പൊന്നുവിനെ അന്വേഷിച്ചാണോ അമ്മമ്മ പോയത്? ഉടനെ രാധാമണി ഒന്ന് മൂളുന്നുണ്ട്. രാധാമണിയുടെ ആ മൂളൽ ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാവരും സന്തോഷത്തോടെ പരസ്പരം നോക്കി ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് അഭി പറയുകയാണ്, അമ്മമ്മ വീട് വിട്ടിറങ്ങിപ്പോയെങ്കിലും കാണേണ്ട ഒരാളെ വഴിയിൽ വെച്ച് അമ്മമ്മ കണ്ടു. പൊന്നു, അത് ആരെയാണെന്ന് ചോദിച്ചു നോക്കിയേ. അത് കേട്ടുകൊണ്ട് പൊന്നു ചോദിക്കുന്നുണ്ട്, അമ്മമ്മ ആരെയാണ് കണ്ടത്? അപ്പോൾ വക്കീല് പറയുകയാണ്, പൊന്നുവിനെ കാണാതെ അമ്മമ്മ ബോറടിച്ചിരുന്നപ്പോൾ അമ്മമ്മയ്ക്ക് അച്ഛൻ പറഞ്ഞയാളെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇറങ്ങി ഒരു നടത്തം അങ്ങ് വെച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നിരഞ്ജന പറയുകയാണ്, പൊന്നു, അമ്മമ്മയെ അകത്തേക്ക് കയറ്റിക്കൊണ്ടുപോ. നടന്ന് ക്ഷീണിച്ചാണ് അമ്മമ്മ വന്നിരിക്കുന്നത്. അമ്മമ്മ വാ അമ്മമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു രാധാമണിയെ വിളിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തുടർന്ന് ജാനകി സക്കീർബായിയോട് പറയുന്നുണ്ട്, സക്കീർബായി അങ്ങനെ പറഞ്ഞത് തമാശയ്ക്കാണെങ്കിലും അതിലൊരു സത്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നു. അപ്പോൾ വക്കീല്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കാറുണ്ട്. ടെലിപ്പതി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അവിടെ നിന്ന് ഒരമ്മ ഇറങ്ങിയപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരമ്മ ഇറങ്ങി. രണ്ടമ്മമാരും മക്കൾക്ക് പ്രിയപ്പെട്ടവരാണ്. ഉടനെ അഭി പറയുകയാണ്, എൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ വേദനിപ്പിച്ച ദിവസമാണിന്ന്. അതെൻ്റെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവ് തന്നെയാ. ഇത് പറഞ്ഞിട്ട് പ്രതികാരം ജ്വലിക്കുന്ന മുഖത്തോടുകൂടി അഭി അങ്ങനെ വിജനതയിലേക്ക് നോക്കി നിൽക്കുകയാണ്. തുടർന്ന് വീടിനുള്ളിലേക്ക് വന്നു കയറിയതിനു ശേഷം അഭി വക്കീലിനോട് പറയുകയാണ്, ഒരാൾ വീട് വിട്ട് ഇറങ്ങിപ്പോകണമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒന്നുകിൽ മനോനില തെറ്റിയ അവസ്ഥ, ഇല്ല എങ്കിൽ മനസ്സിൽ എന്തെങ്കിലും ലക്ഷ്യം കാണും. അമ്മയെ സംബന്ധിച്ചിടത്തോളം ഭ്രാന്തിൻ്റെ അവസ്ഥ കഴിഞ്ഞു. ഒന്നിനോടും പ്രതികരിക്കുന്നില്ലെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അമ്മയുടെ ഈ ഇറങ്ങിപ്പോക്ക് ആരെയോ തിരഞ്ഞല്ലേ? അപ്പോൾ വക്കീൽ പറയുകയാണ്, അഭി പറഞ്ഞത് സത്യമാണ്. അമ്മ ഇഷ്ടപ്പെടുന്ന ആൾ കൂടെ ഇല്ലാതെ വന്നപ്പോൾ അമ്മ അവരെ തിരക്കിപ്പോയി. അത് ജാനകി തന്നെയാവും. മോളെ എന്ന് അമ്മ വിളിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മയുടെ മനസ്സിൽ ജാനകി സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് മേരിയമ്മ ചായയുമൊക്കെ ആയിട്ട് അവിടേക്ക് വരികയാണ്. അപ്പോൾ വക്കീൽ ചോദിക്കുന്നുണ്ട്, ആഹാ, ഇതിനിടയിൽ മേരിയമ്മ ചായയും ഉണ്ടാക്കിയോ? അപ്പോൾ മേരിയമ്മ പറയുന്നുണ്ട്, ഇത്തിരി നേരം കൊണ്ട് ഞാൻ അനുഭവിച്ച വേദന അത് പറഞ്ഞാൽ തീരില്ല വക്കീലെ. ജാനകിയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലുമുള്ള യോഗ്യത നഷ്ടപ്പെട്ടവളായി എനിക്കിവിടെ നിന്ന് മടങ്ങിപ്പോകേണ്ടി വരുമായിരുന്നു. അപ്പോൾ ജാനകി മേരിയമ്മയെ ചേർത്ത് നിർത്തിയിട്ട് പറയുകയാണ്, സങ്കടം കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മേരിയമ്മ എന്നോട് ക്ഷമിക്കണം. അതിന് മേരിയമ്മ, ക്ഷമ പറയേണ്ടത് ഞാനല്ലേ മോളെ? ഉടനെ അഭി ചോദിക്കുന്നുണ്ട്, ജാനകി പോയതിനു ശേഷം അമ്മയുടെ പെരുമാറ്റം മേരിയമ്മ ശ്രദ്ധിച്ചായിരുന്നോ? ജാനകി പോയതിനു ശേഷം രാധാമണിക്ക് ആകെ ഒരു ശ്വാസം മുട്ടൽ പോലെയായിരുന്നു. 10 മിനിറ്റ് ഇടവിട്ട് കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കും. എല്ലാ മുറികളും പരതി നോക്കും. പിറുപിറുത്തുകൊണ്ട് മടങ്ങി വരും. ഞാൻ കാരണം ചോദിച്ചാൽ കട്ടിലിൽ ചെന്നിട്ട് മുഖം കുനിച്ചങ്ങിരിക്കും. ജാനകിയെ തന്നെയാണ് രാധാമണി അന്വേഷിക്കുന്നുണ്ടായിരുന്നത്. അത് കേട്ടിട്ട് വക്കീൽ പറയുകയാണ്, വെറുതെ അല്ല ഇറങ്ങിപ്പോക്കെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അമ്മ പതിയെ പതിയെ തിരിച്ചു വരികയാണ്. അപ്പോൾ അഭി പറയുകയാണ്, ഇത് ഒരു ശുഭലക്ഷണമായി തന്നെ കരുതണം. അതിന് ജാനകി, ഇതുകൊണ്ട് മാത്രം ഒന്നും ആയില്ലല്ലോ, പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു വരണ്ടേ? അങ്ങനെ വന്നെങ്കിൽ മാത്രമല്ലേ എന്നെ മകളായിട്ട് അമ്മയ്ക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. ജാനകി, അതിലേക്കുള്ള വഴിയല്ലേ തുറന്നിട്ടിരിക്കുന്നത്, നീ തിടുക്കപ്പെടാതിരിക്കേ. അപ്പോൾ വക്കീലും പറയുന്നുണ്ട്, അമ്മയ്ക്കുണ്ടാകുന്ന ഓരോ മാറ്റവും ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പാണ്. ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നിരഞ്ജന വന്നിട്ട് പറയുകയാണ്, അപ്പോഴേ ഞാൻ അങ്ങ് ഇറങ്ങട്ടെ. ഉടനെ അഭി, നീ ചെല്ല്, ഇല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള അന്വേഷണമായിരിക്കും ഇനി. അല്ല, അഭിയേട്ടൻ അമ്മയെ കാണാൻ വരുന്നില്ലേ? അഭിയേട്ടൻ എൻ്റെ കൂടെ വാ, ഞാൻ കാരുണ്യദീപത്തിൽ കയറിയിട്ടേ പോവുകയുള്ളൂ. അപ്പോൾ അഭി, എൻ്റെ വാക്കുകൾ അമ്മ കേൾക്കുമെന്ന് നിരഞ്ജനയ്ക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പോകാൻ ഞാൻ വന്നു പറയാം. വീണ്ടും അമ്മ ആ വീട്ടിലേക്ക് പോയാൽ ജീവിക്കേണ്ടത് അപർണയുടെ കൂടെയല്ലേ? അഭിയുടെ ഈ ചോദ്യം കേട്ടിട്ട് മറുപടി പറയുവാൻ കഴിയാതെ നിരഞ്ജന അങ്ങനെ മൗനമായിട്ട് നിൽക്കുകയാണ്. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യപ്പെടുകയാണ്. നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോ തുടർന്ന് കാണുന്നുണ്ട്. അപർണ അളകാപുരിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
വാതിൽക്കൽ ഹണി റോസ് നിൽക്കുന്നു. തുടർന്ന് അപർണ അവരോട് പറയുകയാണ്, പറയാൻ കൊള്ളാത്ത ബിസിനസ് ആണെന്ന് നിന്നെ കണ്ടാലേ അറിയാം. ഇത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോടി ഈ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞ് അവരെ പിടിച്ചു തള്ളി പുറത്തേക്ക് എറിയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് പ്രഭാവതിയോട് നിരഞ്ജന സംസാരിക്കുന്നതാണ്. ഒരമ്മ സുരക്ഷിതയായി അവരുടെ വീട്ടിലെത്തി. അഭിയേട്ടന്റെ അമ്മയും വീട്ടിലെത്തണം. അമ്മേ, എതിർപ്പൊന്നും പറയാതെ രണ്ടുപേരും എൻ്റെ കൂടെ വാ. അതിനുവേണ്ടി നീ സമയം കളയണ്ട നിരഞ്ജനെ. ഇനി ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ടാരും വരികയും വേണ്ട. തുടർന്ന് കാണുന്നത് ജാനകിയോട് അഭി സംസാരിക്കുന്നതാണ്. ഇപ്പോ നിന്റെ അമ്മ നീയും മോളും കൂടെ ഉണ്ടാകണം എന്നുള്ള അവസ്ഥയിൽ എത്തി നിൽക്കുകയാ. നാളത്തെ ട്രീറ്റ്മെന്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജാനകി, നാളത്തെ പരീക്ഷണം വെച്ച് ഡോക്ടറും ഒരു വിധി എഴുതാൻ തന്നെയാണ് സാധ്യത. അടുത്ത ദിവസം എന്തായിരിക്കും രാധാമണിയെക്കുറിച്ച് ഡോക്ടർ പറയാൻ പോകുന്ന അഭിപ്രായം? രാധാമണി ജീവിതത്തിലേക്ക് വേഗത്തിൽ മടങ്ങി വരുമോ, അതോ ഈ അവസ്ഥയിൽ തന്നെ തുടരുമോ? എല്ലാം അറിയുവാൻ വേണ്ടി വീണ്ടും കാത്തിരിക്കാം. ഈ എപ്പിസോഡിന്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുവാൻ മറക്കരുത്. ഒപ്പം ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.